Hi everyone, welcome back to our video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫീച്ചർ ചെയ്യുന്നത് BMW ഐക്കോണിക് ആയിട്ടുള്ള 5 സീരീസിൽപ്പെട്ട E60 525D. BMW 5 സീരീസിൽ 5th ജനറേഷനിൽപ്പെട്ട E360 2003 മുതൽ 2010 വരെയാണ് പ്രൊഡക്ഷനിൽ ഉണ്ടായിരുന്നത്. അതിൽ നമ്മുടെ കൂടെ എന്നുള്ള വണ്ടി 2008 മോഡലാണ്. ഇതിന്റെ എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്ന ഒരു 3 ലിറ്റർ സ്ട്രേറ്റ് ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ്. 2993 cc പവർ വരുന്ന ഈ ഒരു എഞ്ചിന് ഏകദേശം 194 bhp സ്റ്റോക്കിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇവന്റെ ഈ ഒരു എഞ്ചിന് 0 to 100 ക്ലോക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ വെറും 7.4 സെക്കൻഡ്സ് ആണ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2008 മോഡൽ E60 ആണ്. ഇവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 2008 മോഡൽ തന്നെ M5 കിറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടിയാണ്. ടേസ്റ്റ്ഫുള്ളി വളരെ നീറ്റായിട്ട് തന്നെ വർക്ക് എടുത്തിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. അത് നമുക്ക് കാഴ്ചയിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. വണ്ടിയുടെ ആ ഒരു സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെ ഫ്രണ്ടിൽ നിന്നായാലും ബാക്കിൽ നിന്നൊക്കെ ആയാലും ആ ഒരു കിറ്റിന്റെ പെർഫെക്ഷനിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കായാലും നമുക്ക് നല്ല എന്താ പറയാ വളരെ നീറ്റായിട്ട് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടിയിൽ. ദിസ് മൈ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ 2008 മോഡൽ E60യുടെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ട് വ്യൂവിൽ എടുത്ത് കാണുന്ന തന്നെ ആ BMW ഐക്കോണിക് ആയിട്ടുള്ള കിഡ്നി ഗ്രിൽസ് ആണ് കേട്ടോ. അത് 2008 മോഡൽ ആയതുകൊണ്ടാണ് ആ ഒരു സൈസിലൊരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാം. അത് കുറച്ച് ആ കിഡ്നി ഗ്രിൽസിന്റെ സൈസ് കുറച്ച് കുറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വണ്ടിക്ക് ആ ഒരു ഡബിൾ ഐസ്, അത് BMW ഹെഡ്ലാമ്പ്സിന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. ഒരു ഡബിളിഷ് ലുക്കുള്ള ഒരു ഡബിൾ ഐസ് വണ്ടിക്ക് വരുന്നത് അത് എടുത്ത് കാണാം. നമ്മുടെ വണ്ടിയിൽ ആഫ്റ്റർ മാർക്കറ്റ് ഹെഡ്ലാമ്പാണ് ചെയ്തിരിക്കുന്നത്. DR ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐബ്രോസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ M5 കിറ്റ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്ക് ഇതേ നോക്കി കിടിലായിട്ട് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. ഈ ഗ്രിൽസ് സ്റ്റോക്ക് വരുമ്പോഴത്തേക്ക് വണ്ടിയിൽ സിൽവർ ആണ് വരുന്നത്. പക്ഷേ ഇവിടെ ക്രോം ഡിലീറ്റ് നടത്തിയിട്ടുണ്ട്, ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ BMW ആ ലോഗോ ഇവിടെ കാണാം. അതുപോലെ വിശാലമായ ഫ്രണ്ട് ബോണറ്റ് നമുക്ക് കാണാം. ഓഫ്കോഴ്സ് BMW പ്രീമിയം കാസിൻ്റെ ഒക്കെ പ്രത്യേകതയാണ് ഈ വലിയ ബോണറ്റ് സ്പേസ് എന്ന് പറയുന്നത്, വലിയ എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. പക്ഷേ BMW കുറച്ചുകൂടി നമുക്ക് നല്ലോണം മനസ്സിലാവും. ബെൻസിനെയൊക്കെ അപേക്ഷിച്ച് BMW കുറച്ചുകൂടി ബോണറ്റ് ഏരിയ കൂടുതലായിരിക്കും. വണ്ടി കുറച്ച് ബാക്കിലോട്ട് ക്യാബിൻ ബാക്കിലോട്ട് ഇരിക്കുന്ന പോലെ ആയിരിക്കും. അതാണ് ഒരു സ്പോർട്ടി ലുക്ക് കൂട്ടുന്നതിൽ ആ ഒരു ഡിസൈനിലെ ഒരു മെയിൻ ഘടകം അതാണ് കേട്ടോ വണ്ടിയുടെ. അതുപോലെ ഹെഡ്ലാമ്പിന്റെ താഴെയായിട്ട് ഹെഡ്ലാമ്പ് വാഷർ വരുന്നത് കാണാം. അതുപോലെ തന്നെ വണ്ടിയിൽ താഴെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഹുഡ് ഒന്ന് ഓപ്പൺ ആക്കി എഞ്ചിൻ ബേക്കകത്തെ കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. ഒരു ഹൈഡ്രോളിക് സ്റ്റഡാണ് കേട്ടോ വരുന്നത്. കാഴ്ചയിൽ തന്നെ മാസീവായിട്ടൊരു ബൾക്കി എഞ്ചിനാണ് നടുക്കിയിരിക്കുന്നത്. ആ ഒരു എഞ്ചിൻ റൂം ഫുള്ള് കോമ്പാക്റ്റ് ആയിട്ട് വേറെ സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സെൻറ്ററിൽ തന്നെ നല്ല ബൾക്കി ആയിട്ടുള്ള ഒരു എഞ്ചിൻ, ആ ഒരു 3 ലിറ്റർ സ്ട്രേറ്റ് ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിൻ നമുക്ക് കാണാം. അതുപോലെ തന്നെ സ്റ്റഡ് ബാർസ് ഒക്കെ ഇത് സ്റ്റോക്ക് തന്നെ വരുന്നതാണ്. അതൊന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഫ്ലൂറസെന്റ് ഗ്രീൻ കളറിലോട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു എഞ്ചിൻ റൂം എന്ന് പറയുമ്പോൾ എന്താ പറയുക, നീറ്റ്ലി പാക്ഡ് ആണ് കേട്ടോ. നീറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ റൂമാണ് വരുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്തൊന്ന് റവ് ചെയ്ത് നോക്കാം. അടിക്കുന്ന വണ്ടി സ്റ്റാർട്ടാണ് കേട്ടോ. നമുക്കൊന്ന് പയ്യെ റവ് ചെയ്ത് നോക്കാം. ആ ഒരു ടർബോ സ്മ്യൂള് നമുക്ക് നല്ല വൃത്തിയായിട്ട് കേൾക്കാം കേട്ടോ. രസമുണ്ട് അതൊരു ആ ഒരു വിസിലിംഗ് സൗണ്ട് എന്ന് പറയുന്നത്. വണ്ടിയുടെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ നീണ്ട് വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇതിൽ എടുത്ത് പറയാനുള്ളത് ഈ ഒരു വൈറ്റ് കളറിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ആ ഒരു ഗ്രാഫിക്സ് ആണ്. M5ന്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സ് ആണ്. എന്തായാലും നമുക്ക് ഫ്രണ്ട് പോർഷനിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വണ്ടിയുടെ ടയർ പ്രൊഫൈൽ എന്ന് പറയുന്നത് 245/45 17 ഇഞ്ച് റിമ്മാണ്. ഇതിപ്പോൾ സ്റ്റോക്ക് അലോയ്സ് തന്നെയാണ് വണ്ടിയിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ സൈഡ് ഫെൻഡറിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ മേലിലായിട്ട് എയർ ഫ്ലോ വെന്റ് കാണാം. ഇതൊക്കെ ആക്ച്വലി പ്രാക്ടിക്കൽ തന്നെയാണ്. വണ്ടിയുടെ എയറോഡൈനാമിക്കൽ എഫിഷ്യൻസിക്ക് വേണ്ടി പ്രാക്ടിക്കൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു M പെർഫോമൻസിന്റെ ബാഡ്ജിങ് സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കിറ്റിന്റെ ഭാഗമായിട്ട് സൈഡ് സ്കേർട്ട് വന്നിരിക്കുന്നത് നമുക്ക് കാണാം. കുറച്ച് ലോഡാണ് കേട്ടോ സാധനം എന്ന് പറയുന്നത്. ബാക്ക് ടയറിലേക്ക് വരുമ്പോൾ ബാക്ക് ടയറിന്റെ പ്രൊഫൈൽ എന്ന് പറയുന്നത് 215/60 R17 ആണ്. കുറച്ചുകൂടി വലിയ ടയറാണ് ഫ്രണ്ടിനെ അപേക്ഷിച്ച് ബാക്കിൽ വരുന്നത്.
പിന്നെ സൈഡ് പ്രൊഫൈൽ ഓഫ് കോഴ്സ് എടുത്ത് പറയേണ്ടത് ആ എം ബാഡ്ജിങ്ങിന്റെ എം കളർ കൊണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഗ്രാഫിക്സും M5 എന്നുള്ള ആ ഒരു എഴുത്തുമാണ്. നമ്മൾ വണ്ടിയുടെ ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ക്വാഡ് എക്സോസ്റ്റ് കാണാം. പക്ഷേ ഇതിൽ 2 മാത്രമേ എഫിഷ്യന്റ് ഉള്ളൂ. ഇത് എക്സോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, 2 ടിപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബട്ട് ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഒരു ക്വാഡ് എക്സോസ്റ്റ് ഫീൽ വണ്ടിക്ക് വരുന്നുണ്ട്. അതുപോലെ ബാക്കിൽ നമ്മുടെ ടെയിൽ ലാമ്പ് ഒന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ കിറ്റ് നമുക്ക് താപ്പോട്ട് നോക്കുമ്പോഴത്തേക്ക് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത് കാണാം, രസമുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നമ്മുടെ വണ്ടിയിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സ്പോയിലർ കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു ഷാർക്ക് ഫിന്നും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് കേട്ടോ വണ്ടിയുടെ സൈഡ് പ്രൊഫൈൽ വരുന്നത്. ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ഡീസൽ ലിഡ് വരുന്നു എന്നുള്ളതല്ലാതെ വേറെ മാറ്റങ്ങളൊന്നുമില്ല, സെയിം ഡിറ്റോ അത് തന്നെയാണ്. വണ്ടി മൊത്തത്തിൽ ഇങ്ങനെ വിശാലമായിട്ട് ഒഴുകി കിടക്കണം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടിയുടെ പാസഞ്ചർ സീറ്റിൽ ബാക്ക് സീറ്റിലേക്ക് ഒന്ന് കയറി നോക്കാം. പക്ഷേ ഇൻറ്റീരിയർ നോക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ബ്ലാക്ക് ആണ് കേട്ടോ. ബ്ലാക്കിൽ ആ ഒരു വുഡിൻ്റെ പാനൽസും കാര്യങ്ങളൊക്കെ വരുന്നത് ഭയങ്കര രസമുണ്ട് കേട്ടോ. ലക്ഷറി കാർസ് ആർ മെൻ ഫോർ ബാക്ക് സീറ്റ് പാസഞ്ചേഴ്സ് എന്ന് പറയും. പക്ഷേ BMW ഒരു അൾട്ടിമേറ്റ് ഡ്രൈവേഴ്സ് കാർ തന്നെയാണ്. പക്ഷേ ബാക്കിലും എന്താ പറയുക, ആ ഒരു ലക്ഷറി ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബാക്ക് സീറ്റിലുള്ള ഇരിപ്പ് വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര എന്താ പറയുക, ലക്ഷൂറിയസ് ആയിട്ടുള്ള ഇരിപ്പാണ്. തൈ സ്പേസ് ഒക്കെ നല്ല ആവശ്യത്തിന് തന്നെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് ആയാലും നമ്മളെ അത്യാവശ്യം ഹഗ് ചെയ്ത് പിടിച്ചിരുത്തുന്ന രീതി തന്നെയാണ്. അതുപോലെ ലെഗ് റൂമും അത്യാവശ്യം ആവശ്യത്തിന് തന്നെ ഉണ്ട് കേട്ടോ. ഒത്തിരി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഒന്നും അല്ല അകത്ത്. വണ്ടിയുടെ ഡോർ പാർട്ടിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ നമുക്ക് ബ്ലാക്കിൽ തന്നെ ആ ഒരു വുഡൻ ട്രിം ആ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് കാണാം കേട്ടോ. അത് നല്ല രസമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഡോർ ഹാൻഡിൽ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്ന കാണാം. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് ഇവിടെ ഒരു ആഷ്ട്രേ വരുന്നുണ്ട് കേട്ടോ. അതൊരു സംഭവമാണ്. ഇത് ഞാൻ അധികം വേറെ കാറ് അധികമല്ല, ഞാൻ അങ്ങനെ വേറെ കാറുകളിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇരിക്കുമ്പോഴത്തേക്ക് ഇതാ ഹെഡ് റൂം ഒക്കെ ആവശ്യത്തിനുണ്ട്. ഇവിടെ ഒരു ഹാൻഡിൽ വരുന്നുണ്ട്, ഗ്രിപ്പ് വരുന്നുണ്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. 3 പേർക്ക് ഇരിക്കാമെങ്കിലും കംഫർട്ടബിളി 2 പേർക്കാണ് ബാക്കിൽ ഇരിക്കാൻ പറ്റുക. 3 പേര് ഇരിക്കുമ്പോഴത്തേക്ക് ഇത് നടുക്കൊക്കെ വരുമ്പോഴത്തേക്ക് ഇരിപ്പ് കുറച്ച് ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ വണ്ടിക്ക് ഇത് ഇവിടെ ആംബ്രസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്. അതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ 2 കപ്പ് ഹോൾഡർ കാണാം. ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേ നോക്കി, അത്യാവശ്യം സ്റ്റോറേജ് സ്പേസസ് ഇവിടെയുണ്ട് കേട്ടോ. വിശാലമായിട്ടുള്ള ഇരിപ്പാണ്, സുഖമാണ്. അതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ 3ാമത് ഒരാൾക്ക് കൂടി നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ഇരിക്കാം. അതുപോലെ തന്നെ വണ്ടിയിൽ ബാക്കിൽ റിയർ AC വെൻസ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ചാർജിങ് പോർട്ട് 1 അല്ല 2 കൊടുത്തിട്ടുണ്ട്. 2 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടും കൂടിയുണ്ട്. അതുപോലെ റൂഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ 2 റീഡിംഗ് ലാംപ്സ് കാണാം. അതുപോലെ തന്നെ ഇവിടെ നടുക്ക് സെൻറ്ററിൽ ഒരു ലൈറ്റും കൂടെ ഉണ്ട്. അതിൻ്റെ സ്വിച്ച് കൺട്രോൾ ഫ്രണ്ടിലാണ്. അവിടെ ഓൺ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഒരു വലിയ ലൈറ്റും കൂടെ കത്തും. അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സീറ്റിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ബാക്ക് സീറ്റിൽ നിന്ന് എന്തായാലും നമുക്ക് വണ്ടിയുടെ കോ പാസഞ്ചർ സീറ്റ് ഫ്രണ്ടിൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ഇവിടേക്ക് കയറുമ്പോഴും നമുക്ക് നേരത്തെ വണ്ടിയിൽ ഫുൾ ആ ഒരു ബ്ലാക്കിൽ ആ വുഡിൻ്റെ ആ ഒരു ട്രിം എലമെൻറ്റ്സ് കാണാൻ കണ്ടോ. അത് ഭയങ്കര ഒരു ലക്ഷൂറിയസ് ഫീൽ വരുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലും സെയിം ബാക്കിലും നമ്മൾ കണ്ട പോലെ തന്നെ ആ ഒരു സ്റ്റോറേജ് സ്പേസ്. പക്ഷേ ഇവിടെ ആഷ്ട്രേ വരുന്നില്ല. അതുപോലെ നമ്മുടെ പവർ വിൻഡോയുടെ സ്വിച്ച്, ലോക്ക് അൺലോക്ക്, ഡോർ ഗ്രിപ്പ്, പിന്നെ ഒരു ഫ്രണ്ടിലൊരു ഡോറിൽ തന്നെ ഒരു സ്പീക്കർ വരുന്നുണ്ട്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഇരിപ്പാണ് കേട്ടോ. ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് കൈയൊക്കെ ഇവിടെ വെച്ച് സുഖമായിട്ട് തന്നെ ഇരിക്കാം. വണ്ടിയുടെ ആ ഒരു ഡാഷ്ബോർഡ് ലക്ഷൂറിയസ് ഫീൽ തന്നെ നമുക്ക് തരുന്നുണ്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വണ്ടിയുടെ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ കാണാം. അതിലേക്ക് നമുക്ക് വരാം. ഇവിടെ ആയിട്ടൊക്കെ നമുക്ക് BMWൻ്റെ ലോഗോസ് പഞ്ച് ചെയ്തേക്കുന്നത് കാണാം കേട്ടോ. നമുക്ക് എന്തായാലും ഇവിടുന്ന് വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലേക്ക് കയറി നോക്കാം. വണ്ടി ഇങ്ങനെ നീണ്ട് വിശാലമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഡ്രൈവർ സീറ്റിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. ഫൈനലി നമ്മൾ നമ്മുടെ വണ്ടിയുടെ കോക്പിറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. എന്താ പറയുക, ലക്ഷൂറിയസ് പ്ലസ് എന്താ പറയുക, ഒരേ സമയം സ്പോർട്ടി ഫീലും തരുന്നൊരു സ്റ്റിയറിംഗ് വീലും ആ ഒരു എന്താ പറയുക കോക്പിറ്റ് ആംബിയൻസും ഒക്കെയാണ് കേട്ടോ വണ്ടിക്ക് വരുന്നത്. നമ്മുടെ വണ്ടിയുടെ ഡ്രൈവർ സൈഡ് ഡോറിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ പവർ വിൻഡോയുടെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം. അതുപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒരു ഡോർ സ്പീക്കർ വരുന്നുണ്ട്. മേളിൽ തന്നെ ഒരു ട്യൂട്ടറും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മൾ കണ്ടതുപോലെ ഡോർ ഗ്രിപ്പ്, ഹോൾഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിൽ കർട്ടൻ ആക്ടിവേറ്റ് ആക്കുന്നതാണ് കേട്ടോ. നമുക്ക് ഈ ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്യുമ്പോൾ തന്നെ കർട്ടൻ അവിടെ പൊങ്ങുകയും അതുപോലെ തന്നെ ഈ ഒരു സ്വിച്ചിൽ തന്നെ വീണ്ടും ഞെക്കുമ്പോഴത്തേക്ക് കർട്ടൻ താഴുകയും ചെയ്യും. അങ്ങനെ അതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ സ്റ്റിയറിംഗിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇൻഫോർടൈൻമെൻറ്റ് സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു സ്വിച്ചസ് ഇവിടെ നമുക്ക് ഇതിനകത്ത് നമുക്ക് വേണ്ട നാവിഗേഷൻസ് വണ്ടിയിൽ സ്വിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ, സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് AC കാര്യങ്ങളോ എന്താണ് വേണ്ടത് അത് നമുക്ക് ഇവിടെ വണ്ടിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയിലൊരു ടാക്കോമീറ്റർ സ്പീഡോമീറ്റർ വരുന്നുണ്ട്. നടുക്കൊരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ, അനലോഗ് ഡിസ്പ്ലേസിന് നടുക്കൊരു ചെറിയ ഡിജിറ്റൽ ഡിസ്പ്ലേ, അതിൽ ടെമ്പറേച്ചർ കാര്യങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ നമുക്ക് ഫ്യൂൽ ഗേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഒരു സ്പീഡോമീറ്ററിൻ്റെ സെൻട്രലായിട്ട്
വരുന്നത് കാണാം. ഇവിടെ കീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് വണ്ടിയുടെ ആ ഒരു സ്റ്റോക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ആ ഒരു സ്ക്രീൻ അവിടെ വരുന്നുണ്ട്. അവിടെ അത് സ്റ്റോക്ക് തന്നെയാണ് വണ്ടിയിൽ നിലനിർത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടി ഓൺ ആകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ബാക്കി ഇൻഡിക്കേഷൻസ്, വാർണിങ്സ് കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേയിൽ കാണാം. അതുപോലെ തന്നെ ഇവിടെ AC കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. AC വെൻസ് നടുക്കായിട്ട് വരുന്നുണ്ട്. സ്ക്രീൻ ഇവിടെ സെൻറ്ററിൽ കുറച്ച് ഉള്ളിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അതുപോലെ ഇവിടെ ആ വുഡ് ട്രിം ഡിസൈന് കാര്യങ്ങളെല്ലാം കാണാം. സ്റ്റിയറിങ്ങിൻ്റെ സൈഡിലേക്ക് നമ്മൾ പറയുമ്പോൾ ഇവിടെ വരുന്നത് വണ്ടിയുടെ വൈപ്പർ കൺട്രോൾസ് ആണ്. ഇവിടെ വിൻഷീൽഡ് വാഷർ, നമ്മുടെ ഹെഡ് ലാമ്പ് വാഷർ, അങ്ങനെയുള്ള സംഭവങ്ങളുടെ എല്ലാം സ്വിച്ചസ് ഇവിടെ വരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഹെഡ്ലൈറ്റ്സിൻ്റെ സ്വിച്ചസും കാര്യങ്ങളും എല്ലാം ഇവിടെയാണ് വരുന്നത്. ഫോഗ് ലാമ്പ്, ഹെഡ് ലാമ്പ്, ഓട്ടോ മോഡ്, പിന്നെ നമ്മുടെ ഇവിടെ മീറ്റർ കൺസോളിൻ്റെ ലൈറ്റ്സ് ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നത്, കൂട്ടുന്നത്, ഫോക്സിൻ്റെ സ്വിച്ചസ്, അതെല്ലാം ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വരുന്നത്. ഇവിടെ നമുക്ക് AC വെൻസ്, അതിൽ ആ ഒരു വുഡ് ട്രിം ഡിസൈൻ കാണാം. AC-യുടെ കൺട്രോൾസും യൂണിറ്റ്സും എല്ലാം സെൻട്രലായിട്ടാണ് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ഒരു ആഷ്ട്രേ കാര്യങ്ങൾ കാണാം. ഗിയർ നോബ് ഇവിടെ വരുന്നു. വണ്ടിയുടെ ഇൻഫോർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും മ്യൂസിക്സ് പ്ലേ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ആഫ്റ്റർ മാർക്കറ്റ് സംഭവം കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നടുക്ക് വരുമ്പോഴത്തേക്ക് വിശാലമായ ആംബ്രസ്റ്റ്, ഇവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സ്വിച്ച് ഇവിടെ വരുന്നു. ഇവിടെ വരുന്നത് സെലക്ടറാണ് കേട്ടോ. നമുക്ക് ഇൻഫോർടൈൻമെൻറ്റിൽ ആ ഡിസ്പ്ലേയിൽ ഓരോ സംഭവങ്ങൾ സെലക്ട് ചെയ്യാനുള്ള സംഭവമാണ് ഇവിടെ വരുന്നത്. ഇവിടെ മേളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ റീഡിംഗ് ലാംപ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത് കാണാം. നമുക്കിവിടെ ലൈറ്റ് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സ്വിച്ചസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഇവിടെ സൺറൂഫിൻ്റെ സ്വിച്ച് വരുന്നത് ഇവിടെയാണ്. നമ്മളിത് ഈ സ്വിച്ചിങ് ഇങ്ങനെ ബാക്കിലേക്ക് പ്രസ് ചെയ്യുമ്പോൾ സൺറൂഫ് ഇവിടെ ഓപ്പൺ ആവുന്നു. അതുപോലെ തന്നെ ഇവിടെയാണ് കേട്ടോ സ്വിച്ച്. ഈ സ്വിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് ആക്കുമ്പോഴത്തേക്ക് സൺറൂഫ് ക്ലോസ് ആവുന്നു. അതുപോലെ ഈ ബ്ലൈൻഡ് ക്ലോസ് ചെയ്യാൻ നമുക്ക് മാനുവലാണ് കേട്ടോ, കൈ കൊണ്ടാണ് ക്ലോസ് ചെയ്യേണ്ടത്. ഫുള്ളി ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു ഇൻറ്റീരിയർ, ഇത് സ്റ്റോക്ക് ഇൻറ്റീരിയർ തന്നെയാണ് വണ്ടിയിൽ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്ക് വന്ന ലെതർ സീറ്റ്സ് കാര്യങ്ങളെല്ലാം അതുപോലെ നിലനിർത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ആ ഒരു എസൻസ് കളയാതെ അതെല്ലാം അതുപോലെ വണ്ടിയിൽ നിലനിർത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. എന്തായാലും ബ്രോ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു ടെർബോളസ് ഫ്യൂളിംഗ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൊള്ളാം എന്തായാലും പൊള്ളി തന്നെ. അപ്പോൾ ഈ ഒരു നീറ്റ് ലുക്കിംഗ് വൈറ്റ് സെക്സി BMW നമ്മുടെ ഫ്രണ്ട് പ്രവീൺ ബ്രോയുടെ ആണ്. ആള് സ്ഥലത്തിൽ, ആൾക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആളുടെ ഫ്രണ്ട് അഭിജിത്ത് ബ്രോയുടെയിലാണ് വണ്ടി കൊടുത്തു വിട്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അഭിജിത്ത് ബ്രോയെ നമ്മുടെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഹായ് ബ്രോ. ഹായ്, വെൽക്കം. ബ്രോ, അപ്പോൾ വണ്ടിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 2008 മോഡലാണല്ലേ വണ്ടി വരുന്നത്? എങ്ങനെയാണ് കൊണ്ടു നടക്കാനുള്ള കാര്യങ്ങളൊക്കെ? അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട്. ഓക്കെ, ഇതിപ്പോ ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പോ നമ്മള് ഫ്രഷ് എടുത്ത വണ്ടിയായിരുന്നോ അതോ നമ്മള് സെക്കൻഡ്സ് എടുത്താണ്? അപ്പോഴത്തേക്ക് ഈ കിറ്റ് കാര്യങ്ങളൊക്കെ ഇത് നമ്മൾ തന്നെ ഇരുന്ന കസ്റ്റമർ നമ്മൾ അങ്ങനെ എടുത്തു. നമ്മൾ പിന്നെ എന്തൊക്കെയാണ് ഇതിനകത്ത് ചേഞ്ചസ്? നമ്മള് DRL ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഹെഡ് ലാമ്പിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് ടിൻഡഡ് ആണ്, അല്ലാതെ പിന്നെ സൈഡ് ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം അതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം നമ്മൾ ആ ഒരു സ്റ്റോക്ക് കണ്ടീഷനിൽ വണ്ടിയെ നിലനിർത്തിയേക്കുകയാണല്ലേ? ഓക്കെ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? 2008 ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2008 ആകുമ്പോൾ സെൻസർ ഇഷ്യൂസ് ഒക്കെ കൂടുതലായി. സെൻസർ ഇഷ്യൂസ് കൂടുതൽ, ഒരെണ്ണം പോയി കഴിഞ്ഞാൽ തന്നെ ഇച്ചിരി കോസ്റ്റ്ലി ആണ് മാറാനും കാര്യങ്ങളൊക്കെ. അതിനെ കണക്ട് ചെയ്ത് പോകുന്ന ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ ഇതുവരെ ഇല്ല, എങ്കിലും സോഴ്സ് ചെയ്തെടുക്കാൻ പാടായിരിക്കും. പാർട്സ് അവൈലബിലിറ്റിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ്? അത് കുറച്ച് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കിട്ടും, അല്ലാതെ റെഡി സ്റ്റോക്ക് ആരും എടുത്ത് കാണത്തില്ല. നമുക്ക് വഴിയിൽ എന്തെങ്കിലും പറ്റി വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുക്കും. ആ ഒരു സമയത്ത് വണ്ടി ഫ്ലാറ്റ് ബെഡ് കയറ്റാന്നുള്ളതേ ഉള്ളൂ അല്ലേ? സ്പോട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാൻ പാടാണ്. ഓക്കെ. പിന്നെ എങ്ങനെ റിലയബിൾ ആണോ വണ്ടി? വണ്ടി കുഴപ്പമില്ല. ഡെയിലി യൂസ് എന്ന് പറഞ്ഞാൽ മൈലേജ് ഒരു 6. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. സ്പോർട്സ് മോഡൽ എങ്ങനെയുണ്ട് മൈലേജ്? മൈലേജ് നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച്. എന്നാലും നമ്മളൊരു ഡ്രൈവിംഗിന് നിങ്ങളൊരു എന്തായാലും ഒരു 100 above ആയിരിക്കുമല്ലോ ക്രൂസ് ചെയ്യുന്നത്. നല്ല റോഡ് 6 തന്നെയാണ് മൈലേജ്. അതിൽ നിന്ന് ഡ്രോപ്പ് ബാക്കിലോട്ട് വന്നാലേ ടോപ്പ് അങ്ങേറ്റം എങ്ങനെ കൊണ്ടുപോയാലും 6 above പോകാറില്ല. ഇല്ല, 6 to 9 ഒക്കെ കിട്ടിയിട്ടുണ്ട്. ലോങ് പോവുകയാണെങ്കിൽ ഒരു 10-13 അകത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അഭിജിത്ത് ബ്രോ ഈ ഒരു വണ്ടി നമുക്ക് വേണ്ടി കൊണ്ടുതന്നതിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ.